നമസ്കാരം, ഞാൻ ബിജു ഓർജിൻ B.S Electrical Solutionsന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോകളിൽ ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ള കംപ്ലൈന്റുകൾക്കാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ഇലക്ട്രിക്കലിൽ സംഭവിക്കാവുന്ന കംപ്ലൈന്റുകൾ ഒരുപാടുണ്ടെങ്കിലും നമ്മൾ അതിൽ പ്രാധാന്യം കൊടുക്കുന്നത് വിരളമായി മാത്രം കണ്ടുവരുന്ന ചില കംപ്ലൈന്റുകൾക്കാണ്. അത്തരത്തിലുള്ള കംപ്ലൈന്റുകളാണ് നമ്മുടെ വീട്ടുകാരെയും ഇലക്ട്രീഷ്യന്മാരെയൊക്കെ വളരെ ആശയക്കുഴപ്പത്തിലാക്കുന്നത്. അത്തരത്തിലുള്ള ഒരു കംപ്ലൈന്റ് ആണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇതൊരു വീട്ടിൽ ഉണ്ടായിരുന്ന ഒരു കംപ്ലൈന്റ് ആണ്. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി വന്നപ്പോഴാണ് ഇത് വളരെ വിരളമായിട്ട് മാത്രം കാണുന്ന ഒരു കംപ്ലൈന്റ് ആണ്. അത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് പരിചയപ്പെടുത്തണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇവിടുത്തെ കംപ്ലൈന്റ് എന്താണെന്ന് പറയാം. നമുക്ക് ഈ ഭിത്തിയിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന LED ട്യൂബ് ഉണ്ടല്ലോ, ഈ ട്യൂബ് നമ്മൾ ഓൺ ചെയ്യാണ്, സ്വിച്ച് ഓൺ ചെയ്യുന്നു, ട്യൂബ് നന്നായിട്ട് കത്തുന്നുണ്ട്, നല്ല ബ്രൈറ്റ്നസ്സിൽ തന്നെ കത്തുന്നുണ്ട്. അത് കൂടാതെ നമുക്ക് ഇനി ശ്രദ്ധിക്കാനുള്ളത് വളരെ രസകരമായിട്ടുള്ള ഒരു കംപ്ലൈന്റ് തന്നെയാണ്. നമ്മളെ കുറച്ചൊന്ന് ചിന്തിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കംപ്ലൈന്റ് ആണ്. ഇനി ഇവിടെ ഫാൻ ഉണ്ട്, നമുക്കിപ്പോൾ അവിടെ വേണമെങ്കിൽ ഫാൻ ഓൺ ചെയ്യാം, ട്യൂബിലാണ്. അതിനോടൊപ്പം തന്നെ ഈ ഫാൻ ചെറുതായിട്ടൊന്ന് അനങ്ങി തുടങ്ങിയിട്ടുണ്ട്. കണ്ടല്ലോ, ഈ ട്യൂബ് ലൈറ്റ് ഓൺ ആയിരിക്കുന്ന സമയത്ത് തന്നെ ഫാൻ ചെറുതായിട്ട് അനങ്ങി തുടങ്ങുന്നുണ്ട്. നമ്മൾ ആ ഫാൻ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുകയാണ്. ഫാനിന്റെ സ്വിച്ച് ഓൺ ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ റെഗുലേറ്റർ തിരിക്കുന്നതിനനുസരിച്ചിട്ട് ഫാനിന്റെ സ്പീഡ് കൂടുകയും ട്യൂബ് ലൈറ്റ് മങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഫാൻ ഫുൾ സ്പീഡിൽ ഇടുമ്പോൾ ട്യൂബ് ലൈറ്റ് ഓഫ് ആകും. ഫാനിന്റെ സ്പീഡ് കുറയ്ക്കുന്നതിനനുസരിച്ചിട്ട് ട്യൂബ് ലൈറ്റ് ഇങ്ങനെ തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കും, കത്തിക്കൊണ്ടിരിക്കും. ഫുള്ള് നമ്മൾ ഓഫ് ചെയ്യുമ്പോൾ അത് ഫാൻ ഓഫ് ആവുകയും ട്യൂബ് ലൈറ്റ് നല്ല ബ്രൈറ്റ് ആയിട്ട് കത്തുകയും ചെയ്യും. നല്ല രസകരമായിട്ടുള്ള ഒരു കംപ്ലൈന്റ് ആണിത്. അപൂർവമായിട്ട് മാത്രം കാണുന്ന ഒരു കംപ്ലൈന്റ് ആണ്. അപ്പോൾ ഇതൊരു കംപ്ലൈന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു കംപ്ലൈന്റ് അല്ല. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് വയറിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ചില തെറ്റുകൾ കൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്. ആ തെറ്റെന്താണെന്നും ഇതുപോലെ വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് പരിഹരിക്കേണ്ടതെന്നും ഞാനത് പറഞ്ഞുതരാം. ഇത് വയറിങ്ങിന് മുമ്പ് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. വയറിംഗ് ചെയ്തതിന് ശേഷം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വന്ന് സ്വിച്ച് ബോർഡുകളെല്ലാം അഴിക്കും. ആ സ്വിച്ച് ബോർഡ് അഴിക്കും, ട്യൂബ് ലൈറ്റ് അഴിക്കും, ഫാനിന്റെ കണക്ഷൻസ് എല്ലാം ഒരുവിധം ആൾക്കാരൊക്കെ അഴിച്ചു നോക്കാറുണ്ട്. അപ്പോൾ ഇതൊന്നും ചെയ്യേണ്ട. നമുക്ക് ഇത് സംഭവിക്കുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ട്യൂബ് ലൈറ്റിലേക്ക് ന്യൂട്രൽ വന്നിരിക്കുന്നത്, അതിന്റെ സ്വിച്ചിൽ നിന്നുള്ള കണക്ഷൻ അതുവഴി ഈ സീലിംഗ് റോസ് വഴി, അതായത് ഈ ഫാനിന്റെ അടുത്തുള്ള കണക്ഷൻ വഴി ഇതിലേക്കാണ് വന്നിരിക്കുന്നത്, ട്യൂബിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഫാനിലേക്ക് വരുന്ന ന്യൂട്രലും ഈ ട്യൂബ് ലൈറ്റിലേക്ക് വരുന്ന ന്യൂട്രലും കോമൺ ആയിരിക്കും. രണ്ടും ഒരു ന്യൂട്രൽ തന്നെ ആയിരിക്കും എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്ന തെറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ട്യൂബ് ലൈറ്റിലേക്ക് എടുത്തിരിക്കുന്ന ന്യൂട്രൽ, അതായത് ഈ ഫാനിന്റെ അടുത്തുള്ള ജംഗ്ഷനിൽ നിന്നും ട്യൂബിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ന്യൂട്രൽ ഇവിടെ കൊണ്ടുവന്ന് ഈ ഫാനിന്റെ അടുത്ത് കൊണ്ടുവന്ന് ലിങ്ക് ചെയ്തിരിക്കുന്നത് ഈ ഫാനിലേക്ക് വരുന്ന സ്വിച്ച് ഫേസ് ആണ്. അതായത് റെഗുലേറ്റർ വഴി കയറി വരുന്ന സ്വിച്ച് കൺട്രോളിൽ വരുന്ന വയറിലേക്കാണ് ഈ ട്യൂബിന്റെ ന്യൂട്രൽ കൊണ്ടുവന്ന് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഈ ഫാൻ ഓൺ ആവുകയും അതുപോലെ ഫാനിന്റെ സ്പീഡ് കുറയ്ക്കുന്നതിനനുസരിച്ചിട്ട് ട്യൂബ് ലൈറ്റ് നന്നായിട്ട് തെളിയുകയും ഫാനിന്റെ സ്പീഡ് കൂടുമ്പോൾ അത് ഓഫ് ആയി പോയിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ വെട്ടം കുറഞ്ഞ് ആ 3-4 സ്റ്റെപ്പായിട്ട് അത് ഓഫ് ആവുകയും ചെയ്യും, ട്യൂബ് ഓഫ് ആവുകയും ചെയ്യും. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് ഞാൻ അവിടെ ആ ജംഗ്ഷൻ ബോക്സ് അഴിച്ചിട്ട് അതിന്റെ കണക്ഷൻ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഇത് ശരിയായ രീതിയിൽ വർക്ക് ചെയ്യുന്നതിനെ കൊണ്ടൊന്ന് കാണിച്ചു തരാം. ഞാൻ ഈ സീലിംഗ് ഡോസ് ഒന്ന് അഴിച്ചു. സീലിംഗ് ഡോസ് അഴിച്ചിട്ട് അവിടെ ഒരു ജംഗ്ഷൻ വരുന്നുണ്ട്. ജംഗ്ഷനിൽ നിന്നും നമുക്ക് ആ ട്യൂബിലേക്ക് പോകുന്ന ന്യൂട്രൽ വയർ കൊണ്ടുവന്ന് കണക്ട് ചെയ്തിരിക്കുന്നത് ഈ ഫാനിലേക്ക് റെഗുലേറ്ററിൽ നിന്നും കയറി സ്വിച്ച് വഴി ഫാനിലേക്ക് വരുന്ന വയറിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ അതിനെ ഒന്ന് അഴിച്ചിട്ട് ശരിയായ രീതിയിൽ ന്യൂട്രൽ ഒന്ന് കണക്ട് ചെയ്തിട്ട് നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വയർ അഴിച്ച് മാറ്റാം. നമുക്ക് അഴിച്ച് മാറ്റിയിട്ട് നമുക്ക് ശരിയായിട്ട് ന്യൂട്രലിൽ തന്നെ ഒന്ന് കണക്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഇതിന്റെ കണക്ഷൻ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ന്യൂട്രൽ ആ ട്യൂബിലേക്ക് പോകുന്ന ന്യൂട്രൽ കറക്റ്റ് ആയിട്ട് അതിൽ കണക്ട് ചെയ്തു, ന്യൂട്രലിൽ തന്നെ കണക്ട് ചെയ്തു. ഇതിന്റെ ഈ ഫാനിന്റെ സ്വിച്ച് ഫേസ്, അതായത് സ്വിച്ച് വഴി റെഗുലേറ്റർ വഴി വരുന്ന വയറിലായിരുന്നു നേരത്തെ കണക്ട് ചെയ്തിരുന്നത്. അതിനെ നമ്മൾ കറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്തു. ഇതിന്റെ ഫാനിന്റെ കണക്ഷനും നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം ഇതുപോലുള്ള പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ടോ എന്ന്. വീണ്ടും നമ്മൾ ട്യൂബ് ഓൺ ചെയ്തു. ട്യൂബ് നല്ല രീതിയിൽ തന്നെ കത്തുന്നുണ്ട്. ഇനി നമ്മൾ ഫാൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കുകയാണ്. ഫാൻ ഓൺ ചെയ്തു. റെഗുലേറ്റർ സ്പീഡ് 1, ലൈറ്റിന് വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. അതുപോലെ സ്പീഡ് 2 ആയിട്ടുണ്ട്, സ്പീഡ് 3, സ്പീഡ് 4. നമ്മളിപ്പോൾ ഫുൾ സ്പീഡിലാണ് നമ്മളത് ഇട്ടിരിക്കുന്നത്. ഇപ്പൊ കംപ്ലൈന്റ് ഒന്നും വന്നിട്ടില്ല. ഇങ്ങനെയുള്ള ഒരു കംപ്ലൈന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ ഫാനിന്റെ അടുത്ത് നിന്നും ലൂപ്പ് ചെയ്ത് ന്യൂട്രൽ പോയിട്ടുണ്ടോ എന്നാണ്. അല്ലെങ്കിൽ ആ ലൈറ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ന്യൂട്രൽ എവിടെ നിന്ന് കൊണ്ടുവന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ഒരു കംപ്ലൈന്റ് പരിഹരിക്കുന്നതിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ B.S Electrical Solutionsന്റെ ഇലക്ട്രിക്കൽ ഇംപ്രൂവ്മെന്റ് ക്ലാസ്സുകളുണ്ട്. വയർമാൻ എക്സാം എഴുതാൻ കാത്തിരിക്കുന്നവർ, അപ്രന്റീസ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നവർ, അതുപോലെ C ക്ലാസ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കാത്തിരിക്കുന്നവർ, അവർക്കെല്ലാം വേണ്ടിയിട്ട് വയറിംഗ് മേഖലയിൽ സിംഗിൾ ഫേസ്, 3 ഫേസ്,
ഓഫീസ് മുതൽ ഇൻഡസ്ട്രിയൽ മേഖല വരെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് തയ്യാറാക്കിയിരിക്കുന്ന വീഡിയോ രൂപത്തിലുള്ള ക്ലാസ്സുകളാണിത്. ഈ ക്ലാസ്സുകൾ മലയാളത്തിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ്സുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ തൊട്ട് മുകളിലായി കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും പുതിയ ആൾക്കാരാണെങ്കിൽ നോട്ടിഫിക്കേഷൻ ഓൾ എന്നുള്ളതുകൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി.